friends, welcome to the channel. Now, we will discuss our credit card limit. Our limit is normally our credit limit increase offer but this credit limit time notice limit app open customers notice rule message limit message this actually details credit card user important video full channel subscribe bell icon press notification Instagram page available page follow message contact channel main channel link subscribe subscribe follow അപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്താൽ മതിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിന്റ് വൈസ് തന്നെ പോവാം. നമുക്ക് ക്രെഡിറ്റ് കാർഡിന് നമുക്കറിയാം നമുക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആകുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ലിമിറ്റ് കിട്ടും. ആ ലിമിറ്റ് നമുക്ക് ആക്ച്വലി ഒരു ലോൺ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നമ്മളൊരു 30% ഒക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ അല്ലെങ്കിൽ കൂടും. അതുകൊണ്ട് തന്നെ സിബിൽ സ്കോർ കുറയും ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ പോയിന്റ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് പെടും. അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ തന്നെ കാരണം നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറയാനുള്ള ഒരു കാരണം നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇപ്പോൾ റീസെൻ്റ്ലി ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു 100 പോയിൻ്റൊക്കെ വെച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് കുറയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറയാൻ ഈസിയാണ്, കൂടാനാണ് പാട്. ഇപ്പോൾ ക്രെഡിറ്റ് സ്കോർ മന്ത്ലി ചിലപ്പോൾ 5 പോയിന്റ് 10 പോയിൻ്റൊക്കെ കൂടുള്ളൂ. പക്ഷേ കുറയാണ്ട് ചിലപ്പോൾ ഒരു ഒറ്റയടിക്ക് 100 പോയിന്റ് വരെ കുറയാനുള്ള ചാൻസുകളുണ്ട്. മെജോറിറ്റി എല്ലാം ഒരു 10, 20, 40, 50 ആ റേഞ്ചിലൊക്കെയാണ് ശരിക്കും കുറഞ്ഞു പോവുക. പക്ഷേ അതും അല്ലാണ്ട് തന്നെ ഇത് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് കുറയാനും അതുപോലെ തന്നെ ബാങ്ക് ലിമിറ്റ് ഓട്ടോമാറ്റിക്കലി കുറയാനാണ് അവരുടെ സോഫ്റ്റ്വെയർ അൽഗോരിതം അത് കണ്ടുവച്ചിട്ട് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് അത് ലിമിറ്റ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ അത് കുറയാനുള്ള ഒരു ചാൻസ് നമ്മുടെ സിബിൽ സ്കോർ ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറയട്ടാ. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ റെഗുലറായിട്ട് മോണിറ്റൈസ് ചെയ്ത് പോവാം. മോണിറ്റൈസ് അല്ല, എന്താ പറയുക, മോണിറ്റർ ചെയ്ത് പോവാം. മോണിറ്റൈസ് ഒന്നും പോയി. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറയാം. ഇനി നമുക്ക് നമ്മുടെ ലിമിറ്റ് ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കും. അപ്പോൾ ടോട്ടൽ ലിമിറ്റ് ഇസ് വെരി ഹയർ ദാൻ യുവർ ഇൻകം. അതായത് നിങ്ങളുടെ ഇൻകത്തിനായിട്ട് നിങ്ങളുടെ ലിമിറ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ നിങ്ങളുടെ പഴയ കാർഡുകൾക്ക് ചിലപ്പോൾ നമ്മുടെ ലിമിറ്റ് ബാങ്ക് കുറച്ചേക്കാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ കുറേ മൾട്ടിപ്പിൾ കാർഡ്സുകളുണ്ട്. അത് എല്ലാ കാർഡും കുറേ വഴി വന്നപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ലിമിറ്റ് കൂടി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആനുവൽ നമുക്ക് കിട്ടുന്ന ഇൻകം ഭയങ്കര കുറവാണെങ്കിൽ നമ്മുടെ പഴയ കാർഡുകൾക്ക് ബാങ്ക് ചിലപ്പോൾ ഈ അവരുടെ ലിമിറ്റ് കുറച്ചേക്കാട്ടെ. എന്ന് വെച്ചാൽ ഒരു സേഫർ സൈഡ് നോക്കി കുറയ്ക്കുന്നതാണ്. അതും ഓട്ടോമാറ്റിക് തന്നെയാണ്. അപ്പോൾ അതും ഒരു ചാൻസ് ആണ്. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ബിൽ പേയ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ പേ ചെയ്തില്ലെങ്കിൽ ലിമിറ്റ് എന്തായാലും കുറയും. നിങ്ങൾക്ക് അറിയായിരിക്കും, അത് മെയിൻ പോയിൻ്റാണ്. സിബിലും കുറയും, അതനുസരിച്ച് നമ്മുടെ ലിമിറ്റും കുറയും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ EMI കറക്റ്റായിട്ട് പേ ചെയ്തില്ലെങ്കിൽ അതും ഒരു കാരണം തന്നെയാണ്. അത് ആക്ച്വലി നമ്മുടെ ബിൽ പേയ്മെൻറ്റ് സെക്ഷനിലേക്കും അത് പോകുന്നതാണ്. സിബിലിനെ എഫക്റ്റ് ചെയ്ത ബാങ്കുകൾ ഡ്രാസ്റ്റിക്കലി നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് വരെ ചെയ്യാം. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കാർഡ് വരെ ഡിസേബിൾ ചെയ്ത് പോകാം. അത് വേറെ കാര്യം. ലിമിറ്റ് കുറയുകയാണെങ്കിൽ അത്രയും നല്ല, ലിമിറ്റ് കുറയുകയാണെങ്കിൽ അത്രേ ആവുള്ളൂ. പക്ഷേ നോർമലി ബിൽ പേയ്മെൻറ്റ് ഡ്യൂ ഒന്ന് പേ ചെയ്യാണ്ട് കുറേ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് വരെ ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ കാർഡ് ചിലപ്പോൾ ഡിസേബിൾ ആയി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു കാരണമാണ്. അടുത്തെന്ന് പറയുന്നത് എന്തെങ്കിലും ഫൈനാൻഷ്യൽ കേസ് നമ്മുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് കുറയാം. ലിമിറ്റും കുറയാൻ ചിലപ്പോൾ കാർഡ് ക്യാൻസൽ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഡിക്രീസ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കോവിഡിൻ്റെ ടൈമിലൊക്കെ സംഭവമൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ സംഭവത്തിലൊക്കെ ഭയങ്കര ഇടിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കുറേ പേർക്ക് ഇതിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലിമിറ്റ് കുറച്ചു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേർക്ക് വന്നിട്ടുണ്ടായിരുന്നു ലിമിറ്റ്. അത് ആ ടൈമിലൊക്കെ നിങ്ങൾ യൂട്യൂബിൽ ചിലപ്പോൾ കണ്ടിരിക്കും, നമുക്ക് ലിമിറ്റ് കുറച്ച് പറഞ്ഞ് മെസ്സേജ് വന്നു, എന്തുകൊണ്ടാണ് അവർ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് കുറേ വീഡിയോസ് നമ്മളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത്. ഇനി ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാർഡ് അബ്യൂസ് നമ്മുടെ കാർഡ് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെ ലിമിറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ റിവാർഡ് പോയിന്റ്സ് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കാർഡ് എന്ന് പറയുന്നത് പേഴ്സണൽ യൂസിന് കിട്ടിയ കാർഡാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ആമസോൺ കാർഡിൻ്റെ കാര്യം തന്നെ പറയാം. അപ്പോൾ ആമസോൺ കാർഡ് കൊണ്ട് അടുപ്പിച്ച് ഒരു 10 മൊബൈൽ സെയിം മൊബൈൽ ഒറ്റ ടൈമിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ചിലപ്പോൾ ഡിസേബിൾ ആവാനും കാർഡിൻ്റെ ലിമിറ്റ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് കമേഴ്ഷ്യൽ യൂസ് ആയിട്ട് കണക്കാക്കും. എന്താ വെച്ചാൽ റിവാർഡ് പോയിന്റ് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അത് നമ്മൾ ആക്ച്വലി പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, പോയിന്റ് അല്ല ക്യാഷ് ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അത് മിസ്യൂസ് ആണ്. അതുകൊണ്ടും ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കുറയാനും കാർഡ് ക്യാൻസൽ ആയി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. ചില ബാങ്കുകൾ പെർമനൻ്റ്ലി നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, പിന്നെ കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ
സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ ഈ പോയിന്റ്സുകൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക കാർഡ് ലിമിറ്റ് കൂടുമ്പോഴാണ്, കുറയുമ്പോഴല്ലല്ലോ. അപ്പോൾ ഇത് കുറയാനുള്ള ചാൻസും സുഖമായിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് കാർഡ് മാനേജ് ചെയ്ത് പോകട്ടെ. അല്ലെങ്കിൽ സിബിൽ സ്കോറിനും മണി കിട്ടും, നിങ്ങളുടെ കാർഡ് എടുത്തവർക്ക് കാർഡും മണി കിട്ടും, കാർഡ് ചിലപ്പോൾ ക്യാൻസൽ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത പോലെ കാണാം. ബൈ.